Hello, good evening. Good evening, ma'am. Okay. സോ നമ്മൾ അമേരിക്കൻ ഹൗസിംഗ് ഡാറ്റ ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ബേസിക് സ്റ്റെപ്സ് ഒരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണോ ചെയ്യുന്നത് ആ ഒരു സെയിം ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ റിക്വയർഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു, ആ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തു, ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുവാണെങ്കിൽ എന്താണ്, നമ്മൾ നൾ വാല്യൂസ് ഉണ്ടോ, അതേപോലെ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി, എത്ര എണ്ണം ഒബ്ജക്ട് ടൈപ്പ് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കോളം നെയിംസ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കോളം, അത് അഡ്രസ് എന്ന് പറയുന്ന കോളത്തിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്തെടുത്ത് ലൈക്ക് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാറ്റഗറിക്കൽ കോളംസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ് വരുന്നത്, സിറ്റി, സ്റ്റേറ്റ്, അതേപോലെ കൗണ്ടി, ഈ മൂന്ന് കോളംസിനെ നമുക്ക് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ലേബിൾ എൻകോഡർ ആണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. സോ നമുക്കത് ചെയ്യാം. സോ LE_city ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിറ്റി കൊടുക്കുക, ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ നെയിം LE_city ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ സിറ്റി കൊടുക്കുക. സെയിം വേ നെക്സ്റ്റ് കോളം സ്റ്റേറ്റ് ആയിരുന്നു. സോ സ്റ്റേറ്റിനെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ LE_state ഈക്വൽസ് ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ സ്റ്റേറ്റ് ഈക്വൽസ് LE_state ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ സ്റ്റേറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ LE_score കൗണ്ടിങ് കൂടി കൊടുക്കാനുണ്ട്. സോ അതും കൂടി കൊടുക്കുക. ഈക്വൽസ് ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ഈക്വൽസ് LE_score county dot fit underscore transform ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൗണ്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഡാറ്റ ഒന്ന് ഇട്ട് നോക്കാം. ഇതാണ് ഔട്ട്കം എന്ന്. സോ നമ്മുടെ എൻ്റയർ കോളംസിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കൽ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ടോട്ടൽ നമുക്ക് എത്ര കോളംസ് ഒന്നുണ്ടാവും, ഓക്കെ, ടോട്ടൽ 13 കോളംസും 39,981 റോസും ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഡി ടൈപ്പ് എല്ലാം നമ്മൾ കൺവേർട്ട് ഒബ്ജക്റ്റിൽ നിന്ന് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാറ്റഗറിക്കൽ കോളംസ് ഒന്നുമില്ല. ദെൻ നൾ വാല്യൂസ് നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുക. ലൈക്ക് നൾ വാല്യൂസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നല്ലേ, ഇല്ല അല്ലേ. ഓക്കെ, നമുക്ക് നൾ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് കൊടുക്കുക, സമ്മ് കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കാം. സോ മീഡിയൻ ഹൗസ് ഹോൾഡ് ഇൻകത്തിൽ 2 ഔട്ട്ലയേഴ്സ് കാണിക്കുന്നുണ്ട്, രണ്ട് നൾ വാല്യൂസ് കാണിക്കുന്നുണ്ട്, 2 എണ്ണേ ഉള്ളൂ. സോ 39,981 2 റോസ് പോയാലും വലിയ ഇഷ്യൂസ് വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് അതിനെ ഡ്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട് തൽക്കാലം. സോ ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക, റൺ ചെയ്യുക. നെക്സ്റ്റ് സെല്ലിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സമ്മ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ നൾ വാല്യൂസിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോളംസ് ആയിട്ട് എന്ത് ചെയ്യാം, ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ബോക്സ് പ്ലോട്ട് വിഷ്വലൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ PLT ഡോട്ട്
ബോക്സ് പ്ലോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കോളം നെയിം സിപ്പ് കോഡ് കൊടുക്കുക. സിപ്പ് കോഡ് കോമ patch_artist ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. നമുക്ക് വിഷ്വലൈസേഷൻ കിട്ടും. സോ ഔട്ട്ലയേഴ്സ് ഒന്നുമില്ല അല്ലേ. സോ നെക്സ്റ്റ് കോളം നമുക്ക് നോക്കാം. പ്രൈസസ് നമ്മുടെ ടാർഗറ്റ് കോളം അല്ലേ. അപ്പോൾ തൽക്കാലം അവിടെ എടുക്കട്ടെ. ബെഡ്സ് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് കൊടുക്കാം plt.box plot ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ബെഡ്സ് ആ കോളം നെയിം കൊടുക്കുക. കോമ patch_artist ഈക്വൽസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ അത് ട്രൂ കൊടുക്കുന്നുണ്ട്. റൺ ചെയ്ത് നോക്കാം. ഒത്തിരി ഔട്ട്ലയേഴ്സ് വരുന്നുണ്ട്. സോ നമുക്കതിനെ IQR യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. Q1 ഈക്വൽസ് ഡാറ്റ ഡോട്ട് ബെഡ്സ് കോളം നെയിം ദെൻ നമ്മുടെ ക്വാണ്ടൈൽ അത് ഫസ്റ്റ് 25% എടുക്കാൻ പോവാണ്. സോ 0.25 കൊടുക്കുന്നുണ്ട്. അത് Q1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആസ് എ സെയിം വേ Q3 കണ്ടുപിടിക്കണം. സോ Q3 ഈക്വൽസ് ഡാറ്റ ഡോട്ട് ബെഡ്സ് ഡോട്ട് ക്വാണ്ടൈൽ ഓഫ് എന്ത് കൊടുക്കുക 0.75 കൊടുക്കുക. സോ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് IQR അത് വെച്ചിട്ട് കണ്ടുപിടിക്കണം. സോ Q3 മൈനസ് Q1 കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. സോ ലോവർ ഈക്വൽസ് എന്ത് കൊടുക്കുക Q1 മൈനസ് 1.5 multiplied by IQR. ഓക്കെ, 1.5 ടൈംസ് IQR-നേക്കാളും Q1-ന്ന് 1.5 ടൈംസ് IQR കുറവുള്ള വാല്യൂസും അതേപോലെ തന്നെ അപ്പർ കൊടുക്കുക. അപ്പർ ഈക്വൽസ് Q3 പ്ലസ് 1.5 multiplied by IQR കൊടുക്കുക. അതായത് Q3-നേക്കാളും മുകളിലുള്ളതും ഇതിനേക്കാളും താഴെയുള്ളതും അതേപോലെ തന്നെ മുകളിലുള്ളതായിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും കണ്ടുപിടിക്കാം. സോ അപ്പർ ഇൻഡെക്സ് ഈക്വൽസ് ഇത് കൊടുക്കുക NP ഡോട്ട് വേർ ഇത് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ബെഡ്സ് കൊടുക്കുക ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് അപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഇൻഡെക്സ് 0 വയ്ക്കുക. സെയിം വേ ലോവർ ഇൻഡെക്സ് കൊടുക്കുക. ലോവർ അണ്ടർസ്കോർ ഇൻഡെക്സ് ഈക്വൽസ് NP ഡോട്ട് വേർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ബെഡ്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ലോവർ കൊടുക്കുക 0. ദെൻ നമുക്കത് ഡ്രോപ്പ് ചെയ്യണം. സോ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് ഈക്വൽസ് അപ്പർ അണ്ടർസ്കോർ ഇൻഡെക്സ് കോമ ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുക. ഇതേപോലെ തന്നെ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് ഈക്വൽസ് ലോവർ അണ്ടർസ്കോർ ലോവർ ഇൻഡെക്സ് കൊടുക്കുക കോമ ഇൻ പ്ലേസ് ഈക്വൽസ് ടു കൊടുക്കുക. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ബോക്സ് പ്ലോട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. സോ PLT ഡോട്ട് ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ബെഡ്സ് കൊടുക്കുക കോമ patch_artist ഈക്വൽസ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ ഇപ്പോൾ ചേഞ്ചസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാനില്ല അല്ലേ? ഉണ്ടോ? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മുമ്പത്തെ ഫിഗറും ഇപ്പോഴത്തെ ഫിഗറും സെയിം ഫിഗർ തന്നെയാണ് വന്നിരിക്കുന്നത്.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീസെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. സോ നമുക്ക് ഇൻഡെക്സ് ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു ബോക്സ് പ്ലോട്ടിന് മുമ്പായിട്ട് ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് അബോവ് സെല്ലിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കുക. ബ്രാക്കറ്റ്സിൽ ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്, കോമ ആക്സസ് ഈക്വൽസ് 1, ദെൻ ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യുക. ദെൻ അഗെയിൻ ബോക്സ് പ്ലോട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. വെയിറ്റ്, IQR ഒന്നും കൂടി ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, സോ ഈ വിഷ്വലൈസേഷൻ ചേഞ്ച് ആയത് നമുക്ക് കാണാൻ പറ്റും. ആ റീസെറ്റ് ഇൻഡെക്സ് കൊടുത്താൽ മതി. സോ അത് റെഡി ആവും. ദെൻ എന്ത് ചെയ്യുക, ബോക്സ് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കുക. IQR കൂടെ ചെയ്യണം കേട്ടോ. റീസെറ്റ് ചെയ്തതിന് ശേഷം IQR ചെയ്യുക. ദെൻ ബോക്സ് പ്ലോട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കിയാൽ റെഡി ആവും കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് കോളം ബെഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളം ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാത്സ് ആണ് വരുന്നത്. സോ അത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കാം കേട്ടോ. റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ PLT ഡോട്ട് ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ബാർസ് കൊടുക്കുക. ദെൻ കോമ പാച്ച് അണ്ടർസ്കോർ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക, റൺ ചെയ്യാം. സോ ബാറ്റ്സിലും എന്തുണ്ട്, ഔട്ട്ലയേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, IQR കൊടുക്കണം. സോ നേരത്തെ കൊടുത്ത IQR കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. കോളം നെയിം മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബെഡ്സ് മാറ്റിയിട്ട് ബാത്സ് ആക്കുന്നുണ്ട്. ദെൻ ഇവിടെയും ചേഞ്ച് ആക്കുക. ഓക്കെ, ബെഡ്സ് മാറ്റിയിട്ട് ബാത്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്യാം. വാണിംഗ് ഇഗ്നോർ ചെയ്യാം. ദെൻ നമുക്ക് ബോക്സ് പ്ലോട്ട് ചെയ്ത് നോക്കാം. PLT ഡോട്ട് ബോക്സ് പ്ലോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഡാറ്റ ബാത്സ് കോമ പാച്ച് അണ്ടർസ്കോർ ടെസ്റ്റ് ഈക്വൽസ് ട്രൂ കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ, സോ ഒരു പ്രോപ്പറായിട്ടുള്ള ഔട്ട്ലയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കണം. സോ അതും കൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൊടുക്കുക, റീസെറ്റ് ഇൻഡെക്സ് കോപ്പി ചെയ്യുക, താഴത്തേക്ക് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഡാറ്റ ഡോട്ട് റീസെറ്റ് അണ്ടർസ്കോർ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇൻഡെക്സ് ദെൻ കോമ ആക്സസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. അഗെയിൻ കോമ ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യും. ദെൻ നെക്സ്റ്റ് കോളം ഏതാണെന്ന് നോക്കാം. സോ ബെഡ്സ് കഴിഞ്ഞു, ബാത്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാണ് കൺസിഡർ ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നോക്കണം. ലിവിങ് സ്പേസ്, കോളം നെയിം കോപ്പി ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ലിവിങ് കഴിഞ്ഞിട്ട് സ്പേസ് വരുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ വിഷ്വലൈസേഷൻ നോക്കാം. സോ PLT ഡോട്ട് കൊടുക്കുക, ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ പേസ്റ്റ് ചെയ്യുക, കോമ പാച്ച് അണ്ടർസ്കോർ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക, റൺ ചെയ്ത് നോക്കാം.
സോ അതിലും ലിവിങ് സ്പേസിലും ഒത്തിരി ഔട്ട്ലയേഴ്സ് വരുന്നുണ്ട്. സോ ഐക്യുആർ ഇംപ്ലിമെന്റ് ചെയ്യണം. ഐക്യുആറിന്റെ ക്വറി കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈം അത്രയും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഇതും കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ സ്പേസ് വരുന്നതുകൊണ്ട് ഇഷ്യൂ വരാം. സോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോളം നെയിം പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സെയിം വേ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഐക്യുആർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഐക്യുആർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബോക്സ് പ്ലോട്ട് ചെയ്ത് നോക്കുക. സോ PLT ഡോട്ട് കൊടുക്കുക, ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. then അത് കഴിഞ്ഞ ശേഷം കോമ പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക, റൺ ചെയ്യാം. സോ മാക്സിമം റെഡ്യൂസ് ആയിട്ടുണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തില്ലെങ്കിലും ഇത്രയും ഇവിടെ എത്രയാ 70,000 അറൗണ്ട് ആണ് വന്നിരിക്കുന്നത്. 10,000 to 70,000 ആണ് ഔട്ട്ലേസ് വന്നത്. അത് അറൗണ്ട് 3,500 വരെയും ആക്കിയിട്ടുണ്ട്. സോ അതൊരു ഡിഫറൻസ് ആണ്. പിന്നെ അതേപോലെ ഓരോ കോളംസ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ബാക്കി കോളംസ് കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക, ബോക്സ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഔട്ട് ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കോറിലേഷൻ ആണ്. സോ കോറിലേഷൻ ഈക്വൽസ് കൊടുക്കുന്നുണ്ട്, ഡാറ്റ ഡോട്ട് കോർ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ. നെക്സ്റ്റ് ലൈനിൽ കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളും കൂടി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമുക്ക് കോറിലേഷൻ വരുന്നത്. സോ ഇത് അത്ര ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ SNS ഡോട്ട് കൊടുക്കാം, ഹീറ്റ് മാപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ആ വേരിയബിൾ കോറിലേഷൻ കൊടുക്കുക, കോമ അൺനോട്ട് ഈക്വൽസ് ടു കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. വേറെ വിഷ്വലൈസേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതാണ്, ഈ രണ്ട് വിഷ്വലൈസേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈൻ പ്ലോട്ട് എല്ലാ പ്ലോട്ട്സും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് കളർ വേരിയേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ കോറിലേഷൻ വരുന്നത് 0.62, അതുപോലെ 5.8 വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല കോറിലേഷൻ ആണ്. ഈ കളർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിവിങ് സ്പേസും അതേപോലെ തന്നെ ബാത്ത്സ്, ലിവിങ് സ്പേസ് നമ്മളൊക്കെയാണ് ബെഡ്സ്, ഇതൊക്കെ തമ്മിലാണ് അത്യാവശ്യം നല്ല കോറിലേഷൻ കാണിക്കുന്നത്. ദെൻ എന്താണ് ഹൗസ് ഹോൾഡ് ഇൻകവും പ്രൈസും നമ്മൾ കോറിലേഷൻ കാണിക്കുന്നുണ്ട്. സോ ഇതേപോലെ പോസിറ്റീവ് കോറിലേഷൻസ്, നെഗറ്റീവ് കോറിലേഷൻസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഏറ്റവും ഡാർക്ക് വാല്യൂസ് വരുന്നത് ഏറ്റവും കുറവ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷനാണ് ഡാർക്ക് വാല്യൂസ് കാണിക്കുന്നത്. 0 വാല്യൂസ് ഉള്ളതിനെയാണ് കൂടുതലും നമുക്ക് ഒരു കോറിലേഷൻ ഇല്ലാത്ത കോളംസ് വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കോളംസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. അധികം കോറിലേഷൻ ഇല്ലാത്ത ടൈപ്പ് ഓഫ് കോളംസിനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു കോളത്തിലെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നെക്സ്റ്റ് കോളത്തിലെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുക. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഒരു കോളത്തിലെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നെക്സ്റ്റ് കോളത്തിലെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ റിവേഴ്സ്. അതും നല്ലതാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെയാണ്. ബട്ട് 0 കോറിലേഷൻ അല്ലെങ്കിൽ അത്രയും കുറവുള്ളത് വലിയ യൂസ് ഇല്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കോളംസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക, എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോളം നെയിം കൊടുക്കുക. സോ ഫസ്റ്റ് തന്നെ
ഈ ഒരു ലെവൽ വരുന്ന വാല്യൂസ് നോക്കിയിട്ട് കുറച്ച് കളയുവാണ്. എല്ലാം കളയാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മാത്രം കളയുന്നുണ്ട്. സിപ്പ് കോഡ് പോപ്പുലേഷൻ കളയുവാണ്. സിപ്പ് കോഡ് പോപ്പുലേഷൻ comma axis equals 1 comma in place equals 2 കൊടുക്കുന്നുണ്ട്. എന്താണ് ചെയ്യുക, സിപ്പ് കോഡ് പോപ്പുലേഷൻ കളഞ്ഞു. അതേപോലെ ഈ ഒരു കോളത്തിലും കംപ്ലീറ്റ്ലി അങ്ങനത്തെ കോളംസ് ആണ് വരുന്നത്. നമുക്ക് ഒരു ന്യൂട്രൽ കളറാണ് വരുന്നത്, അതുകൊണ്ടാണ് അത് കളഞ്ഞത്. then as the same way കൗണ്ടിങ് കളയുന്നുണ്ട്. then ലാറ്റിറ്റ്യൂഡ് കളയണമെങ്കിൽ കളയാം. ലാറ്റിറ്റ്യൂഡും കളയാം കേട്ടോ. സോ കൗണ്ടി ലാറ്റിറ്റ്യൂഡും കൂടി കളയാം. then അതേപോലെ തന്നെ സിപ്പ് കോഡും കളയാം. ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സ് ലെന്ത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക. ആക്സിസ് ഈക്വൽസ് 1 കോമ ഇൻ പ്ലേസ് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ഇതെന്താണ് ചെയ്യുക, ആ ഒരു കോളം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സോ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ കൊടുക്കുക, ലാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുണ്ട്. കോമ ആക്സിസ് ഈക്വൽസ് 1 then in place equals ട്രൂ കൊടുക്കുക, റൺ ചെയ്യുക. അതേപോലെ സിപ്പ് കോഡും കൂടി ഡ്രോപ്പ് ചെയ്യാം. സോ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ കൊടുക്കുക, സിപ്പ് കോഡ് കൊടുക്കുക, കോമ ആക്സിസ് ഈക്വൽസ് 1 കോമ ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ, ആ ഒരു കോളംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ കോറിലേഷൻ ഈക്വൽസ് ഡാറ്റ ഡോട്ട് കോർ ഫംഗ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ കോറിലേഷൻ എന്ന് പറയുന്ന വേരിയബിളും കൊടുക്കുക. സോ നമുക്ക് വാല്യൂസ് ഒക്കെ ഇവിടെ വിസിബിൾ ആയിട്ട് കിട്ടും. ദെൻ അതിൻ്റെ ഹീറ്റ് മാപ്പ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. സോ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കോറിലേഷൻ കോമ അന്നട്ട് ഈക്വൽസ് ട്രൂ കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. നേരെ കുറേ കാണുന്നിട്ടുണ്ട്. നെഗറ്റീവ് കോറിലേഷൻസ് ഉണ്ട്, പോസിറ്റീവ് കോറിലേഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അല്ലാതെ ഉള്ളത് ഏറെ കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ്ലി കളയുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക, നമ്മൾ ഫീച്ചേഴ്സും ടാർജറ്റ്സും കൊടുക്കുവാണ്. സോ എക്സ് ഈക്വൽസ് നമ്മൾ ഫീച്ചേഴ്സ് കൊടുക്കുവാണ്. ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ പ്രൈസ് എന്ന് പറയുന്ന കോളം നെയിം കൊടുക്കുന്നുണ്ട്. കോമ ഇത് കൊടുക്കുക, ആക്സിസ് ഈക്വൽസ് 1. നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് റിമൂവ് ചെയ്യുമല്ല, ടെമ്പററിലി ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആക്സിസ് ഈക്വൽസ് 1 എന്ന് പറഞ്ഞു കൊടുത്തത്. ദെൻ വൈ ഈക്വൽസ്, വൈ എന്ന് പറയുന്നത് ടാർജറ്റ് ആണ്. സോ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, പ്രൈസ് കൊടുക്കുക. എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. സോ ഒരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ 80% ട്രെയിനിങ്ങിനും ബാക്കി 20% ടെസ്റ്റിങ്ങിനായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്യുക കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് 4 വേരിയബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, ഇതേപോലെ വൈ ടെസ്റ്റും കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 കൊടുക്കുന്നുണ്ട്. കോമ റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കുക. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് 20 കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക കേട്ടോ. 0.2 എന്ന് പറയുമ്പോൾ 20% ടെസ്റ്റിങ്ങിനും അതേപോലെ ബാക്കി ഒരു റിമൈനിങ് 80% ട്രെയിനിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ മോഡൽ ഈക്വൽസ് ലീനിയർ റിഗ്രഷൻ ആണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന അൽഗോരിതം.
സോ ലീനിയർ റിഗ്രഷൻ ആ ഒരു അൽഗോരിതത്തിന് നെയിം കൊടുത്തിട്ടുണ്ട്, മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യാം, മോഡൽ ഡോട്ട് ഫിറ്റ് ചെയ്യണം, എക്സ് ട്രെയിനും വൈ ട്രെയിനും ഫിറ്റ് ചെയ്യാനുണ്ട്. സോ അത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ഇതെന്താണ് ചെയ്യുക, അതേപോലെ തന്നെ ഇനി സ്കോർ ചെക്ക് ചെയ്ത് നോക്കാം. സോ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. സോ ടെസ്റ്റ് സ്കോർ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്തു 0.4 ആണ് വരുന്നത് ടെസ്റ്റ് സ്കോർ. നമുക്ക് ഇനി ട്രെയിൻ സ്കോറും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. സോ ട്രെയിനിങ് സ്കോർ 0.50 ഒക്കെയാണ് വരുന്നത്, ടെസ്റ്റ് സ്കോർ 0.49. ചെറിയ വേരിയേഷനേ ഉള്ളൂ ടെസ്റ്റ് സ്കോറും ട്രെയിൻ സ്കോറും തമ്മിൽ, ബട്ട് കമ്പാരിറ്റീവ്ലി അത് വളരെ കുറവാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 അടുത്തുള്ള വാല്യൂസ് ഒക്കെ കിട്ടിയാലാണ് അത് ബെസ്റ്റ് മോഡലാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക കേട്ടോ, ഈ മോഡലിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. സോ ചെറിയ വാല്യൂസ് ആണ്. നമുക്കിനി ഇതിൻ്റെ പ്രിഡിക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് വൈപ്രേഡ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നുണ്ട്. മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് ടെസ്റ്റ്, അതായത് നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുക്കുന്ന ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. സോ പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേളി ബ്രാക്കറ്റ്സിൽ കൊടുക്കുക ട്രൂ വാല്യൂസ് കൊടുക്കുക. ദെൻ കോളൻ വൈ ടെസ്റ്റ് കൊടുക്കുക കോമ നെക്സ്റ്റ് ട്രൂ വാല്യൂസ് പോലെ തന്നെ പ്രിഡിക്റ്റഡ് വാല്യൂസും കൂടി. പ്രിഡിക്റ്റഡ് വാല്യൂസ് കോളൻ കൊടുക്കുക, വൈ ത്രെഡ് കൊടുക്കുക, റൺ ചെയ്യുക. സോ ആക്ച്വൽ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രിഡിക്റ്റഡ് വാല്യൂസും നമുക്കിവിടെ കിട്ടും. ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് 8,90,000 ആയിരുന്നു, ബട്ട് പ്രെഡിക്റ്റഡ് വാല്യൂ 9,39,961 പോയിന്റ് വാല്യൂസ് വരുന്നുണ്ട്. ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ ആക്ച്വൽ വാല്യൂസും പ്രിഡിക്റ്റഡ് വാല്യൂസും തമ്മിൽ. ചിലത് മാത്രമേ കുറച്ചും കൂടി സിമിലർ ആയിട്ടെങ്കിലും വരുന്നുള്ളൂ. സോ ആ ഡിഫറൻസ് വരുന്നുണ്ട്. സോ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ മീൻ ആബ്സല്യൂട്ട് എറർ എടുത്ത് നോക്കാം. ഒത്തിരി വലിയ വാല്യൂ ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. മീൻ ആബ്സല്യൂട്ട് എറർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ് കൊടുത്ത് നോക്കുക, റൺ ചെയ്യാം. ഓക്കെ, 1,79,115 പോയിന്റ് വാല്യൂസ് വരുന്നുണ്ട്. സോ ഇതിപ്പോൾ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തത് ലീനിയർ റിഗ്രഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമ്മൾ അപ്കമിങ് ക്ലാസ്സസിൽ ബാക്കി റിഗ്രഷൻ അൽഗോരിതംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അൽഗോരിതംസ് വെച്ചിട്ട് ഈ ഒരു സെയിം ഡാറ്റ സെറ്റിനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് പോർഷൻ ഒക്കെ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസും മൊഡ്യൂൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അമേരിക്കൻ ഹൗസിംഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ കണ്ടോ 3 കോളംസ് ഒബ്ജക്റ്റ് ടൈപ്പ് ആണ് വരുന്നത്. 4 കോളംസ് ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ദെൻ കോളം നെയിംസ് ഒക്കെ എടുത്തു. അതിൽ അഡ്രസ് എന്ന് പറയുന്ന കോളം നമുക്ക് പ്രിഡിക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോളം അല്ല. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കോളത്തിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ദെൻ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 3 ഒബ്ജക്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ കോളത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറിക്കലിലേക്ക് ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തു. കംപ്ലീറ്റ് ഡാറ്റ സെറ്റിലെ വാല്യൂസ് എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കൽ ആക്കി മാറ്റിയിട്ടുണ്ട് ഡാറ്റ ഫ്രെയിമിലെ വാല്യൂസ്. ദെൻ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി. സോ എന്താണ്, എല്ലാം ന്യൂമറിക്കൽ ടൈപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. സോ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം മീഡിയൻ ഹൗസ് ഹോൾഡ് ഇൻകത്തിൻ്റെ അവിടെ 2 നൾ വാല്യൂസിനെ കാണിക്കുന്നുണ്ട്.
സോ അതിന് 2 കോളം ആയതുകൊണ്ട് മാത്രം, അല്ല സോറി 2 റോസ് മാത്രമേ ഔട്ട്ലയേഴ്സ് കാണിക്കുന്നുള്ളൂ. 2 കാണിക്കുന്ന ഒരു ഇതില്. അതുകൊണ്ട് ആ ഒരു നൾ വാല്യൂസിനെ ഡ്രോപ്പ് ചെയ്തു. നോക്കിയിട്ട് വേണം ഡ്രോപ്പ് ചെയ്യാൻ. ഒത്തിരി റോസ് ഉള്ളത് കൊണ്ടാണ് ആ 2 ഡ്രോപ്പ് ചെയ്തത്. സോ അത്രയൊന്നും ഇല്ല, കുറച്ച് റോസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഡാറ്റനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏതെങ്കിലും ഫിൽ എന്നെയോ അല്ലെങ്കിൽ എന്താണ് ഇന്റർപോളേറ്റോ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ സിമ്പിൾ ഇമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ 2 സെല്ലിൽ മാത്രമാണ് എന്തുള്ളത്, നൾ വാല്യൂസ് ഉള്ളത്. സോ അതിനെ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നൾ വാല്യൂസ് ഉണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കി. സോ അതിനെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ കോളംസ് ആയിട്ട് ടാർഗറ്റ് കോളം വെച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് സിപ്പ് കോഡിന്റെ ആണ് ബോക്സ് പ്ലോട്ട് ചെക്ക് ചെയ്ത് നോക്കിയത്, ഔട്ട്ലെയേഴ്സ് ഉണ്ടോന്ന്. സോ സിപ്പ് കോഡിൽ ഔട്ട്ലെയേഴ്സ് ഒന്നുമില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കി, ബഡ്സ് ചെക്ക് ചെയ്ത് നോക്കി. സോ അവിടെ ഒത്തിരി ഔട്ട്ലെയേഴ്സ് ഉണ്ടായിരുന്നു. സോ ഔട്ട്ലെയേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ മെത്തേഡ് ആയിരുന്നു ഇത് IQR മെത്തേഡ്. സോ IQR മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്ലെയേഴ്സിനെ റിമൂവ് ചെയ്ത് തരുന്നത്. സോ അതിന് Q1 Q3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 25%. ദെൻ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 75%-നെയാണ് തേർഡ് ക്വാർട്ടൈൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ഇതിന്റെ ഇടയിലുള്ള ആ ഒരു റേഞ്ചിനെയാണ് എന്ത് പറയുക, IQR എന്ന് പറയുക. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, Q3 Q1 മൈനസ് ചെയ്തു. ആ ഒരു 50% IQRക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും, അതായത് 25%-നേക്കാളും 1.5 ടൈംസ് IQRന്റെ താഴെയുള്ള വാല്യൂസും, അതേപോലെ തന്നെ എന്താണ് Q3, അതായത് തേർഡ് ക്വാർട്ടൈലിനേക്കാളും 1.5 ടൈംസ് IQR കഴിഞ്ഞിട്ടുള്ള വാല്യൂസും ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ലോവർ Q1 മൈനസും അതേപോലെ തന്നെ അപ്പറിൽ വരുമ്പോൾ പ്ലസും ചെയ്യുന്നത് ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ദെൻ അപ്പർ ഇൻഡെക്സ് നമ്മൾ np.var numpy ഫംഗ്ഷനിൽ വേർ ഫംഗ്ഷൻ ഇൻഡെക്സിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ ഫംഗ്ഷൻ യൂസ് ചെയ്യാറ്. ദെൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ആ ഒരു അപ്പറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ്, അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് അപ്പർ ഇൻഡെക്സ് ഇരിക്കും. ലോവറിനേക്കാളും കുറവുള്ള വാല്യൂസ് ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്യുവാണ് ചെയ്തത്. സോ അപ്പർ ഇൻഡെക്സിനെയും അതിലുള്ള ഇൻഡെക്സസിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, അപ്പർ ഇൻഡെക്സ് എന്ന് പറയുന്ന വേരിയബിളിലെയും ലോവർ ഇൻഡെക്സ് എന്ന് പറയുന്ന വേരിയബിളിലും വന്ന എൻറ്റയർ ഇൻഡെക്സസിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇൻപ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻഡെക്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. സോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോക്സ് പ്ലോട്ടിന്റെ ഔട്ട്ലയേഴ്സിന് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി റീസെറ്റ് ഇൻഡെക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബാത്സിന്റെ ചെക്ക് ചെയ്ത് നോക്കി. നെക്സ്റ്റ് കോളം ആയിട്ടുള്ള ബാത്സിന്റെ ഔട്ട്ലയേഴ്സ് ചെക്ക് ചെയ്ത് ഔട്ട്ലയേഴ്സ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് അതായത് അപ്പർ ബൗണ്ടിൽ നമുക്ക് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, IQR മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു. സെയിം ഇക്വേഷൻ തന്നെയാണ്. ദെൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി. സോ റിമൂവ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ റീസെറ്റ് ഇൻഡെക്സ് കൊടുത്തു. നെക്സ്റ്റ് കോളം ലിവിങ് സ്പേസ് ആണ് എടുത്തത്. സോ അതിലും എന്താണ് ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട് കണ്ടോ, ഇവിടെ ഒത്തിരി ഇങ്ങനെ കുണുകുണാന്നിങ്ങനെ കൂടി കിടക്കുന്നത് കാണാം. സോ ഇതൊക്കെ ഔട്ട്ലെയേഴ്സ് ആണ്. സോ ഇതിനൊക്കെ എന്ത് ചെയ്തു, IQR യൂസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കുറച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കി, എത്രത്തോളം കണക്റ്റഡ് ആണ് കോളംസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സോ നെഗറ്റീവ് കോറിലേഷൻസും പോസിറ്റീവ് കോറിലേഷൻസും വിളിച്ചിട്ട് ഇൻ ബിറ്റ്വീൻ ഉള്ള കോറിലേഷനെയാണ് നമ്മൾ മോസ്റ്റ്ലി റിമൂവ് ചെയ്ത് കളയാൻ പോകുന്നത്. സോ അതിൽ ഒരെണ്ണമാണ് ലാറ്റിറ്റ്യൂഡ്, അതേപോലെ കൗണ്ടി, ദെൻ സിപ്പ് കോഡ്. അതിന്റെ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലാറ്റിറ്റ്യൂഡ് മെജോറിറ്റി 0.0 കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂസ് ഒന്നും വലിയ കാര്യമില്ല കേട്ടോ. 0 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ പിന്നെയും കാര്യമുള്ളൂ. സോ അതുകൊണ്ടാണ് 0.0 ഒക്കെ വരുന്ന വാല്യൂസ് ഈ ഒരു കോളം കംപ്ലീറ്റ്ലി അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞത്. അതേപോലെ തന്നെയാണ് ഓരോ കോളംസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ദെൻ നമുക്ക് അങ്ങനെ വേണ്ടാത്ത കുറച്ച് കോളംസ് ഉപകാരമില്ലാത്ത കീപ്പ് ചെയ്തിട്ടും പ്രിഡിക്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് ഇല്ലാത്ത കോളംസിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. സിപ്പ് കോഡ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ കൗണ്ടി, ലാറ്റിറ്റ്യൂഡ്, സിപ്പ് കോഡ്, ഇത്രയും കോളംസിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
നെക്സ്റ്റ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കി, അതിന്റെ ഹീറ്റ് മാപ്പ് ചെയ്ത് നോക്കി. സോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ബാക്കി റിമൈനിങ് വെച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഇനി വിഷ്വലൈസേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണേ ചെയ്യാം. സോ ഈ ഔട്ട്ലയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോക്സ് പ്ലോട്ടിനോ ഒരു സ്കാറ്റർ പ്ലോട്ടോ വേറെ ഏത് പ്ലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ബട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവണ ഔട്ട്ലയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്താണ്, എക്സും വൈയും കൊടുത്തു. എക്സ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ ടാർഗറ്റ് കോളം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കോളംസിനെയും നമ്മൾ ഫീച്ചേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, സോ ടാർഗറ്റ് കോളത്തിന് ടാർഗറ്റ് എന്നും ബാക്കി ടാർഗറ്റ് കോളം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കോളത്തിനെയും ഫീച്ചേഴ്സ് എന്നാണ് പറയുക. ദെൻ എക്സ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സും വൈ എന്ന് പറയുന്നത് ടാർഗറ്റ് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് ആ ഒരു എൻറ്റയർ ഡാറ്റേനെ 39,000 അറൗണ്ട് ഉള്ള ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. 80% ട്രെയിനിങ്ങിനും ബാക്കി 20% ടെസ്റ്റിങ്ങിനും ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രെയിൻ കോമ ആ ഒരു ഫോമാറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ബിക്കോസ് വാല്യൂസ് അസൈൻ ചെയ്യുന്ന ഈ വേരിയബിൾസിക്കാണ്. സോ പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ഫോമാറ്റ് തന്നെ എപ്പോഴും ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ജമ്പിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്, കൺഫ്യൂഷൻസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. സോ എക്സ്ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ആ ഒരു സ്പ്ലിറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഫീച്ചർ വേരിയബിൾ കോമ ടാർഗറ്റ് വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ എത്ര ടെസ്റ്റ് സൈസ് ആണ് കൊടുക്കേണ്ടത്, 0.3 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 30% ടെസ്റ്റിങ്ങിനും ബാക്കി 70% ആയിരിക്കും എന്തിനു പോവുക, ട്രെയിനിങ്ങിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ റാൻഡം സ്റ്റേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷഫ്ലിങ് കൊടുക്കാവുന്നതാണ്. അല്ലാതെ പ്രോപ്പറായിട്ട് ടോപ്പിൽ നിന്നുള്ള വാല്യൂസ് മാത്രം കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ വാല്യൂസും കവർ ചെയ്യണമെന്നില്ല. സോ ആ ഒരു ഇഷ്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, റാൻഡം സ്റ്റേറ്റ് കൊടുത്തത്. ദെൻ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ട്രെയിനിങ്ങിൻ്റെ ഡാറ്റ എക്സ് ട്രെയിനും വൈ ട്രെയിനും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ വെച്ചിട്ട്. ദെൻ നമ്മൾ ടെസ്റ്റ് സ്കോർ ചെക്ക് ചെയ്ത് നോക്കി, അതേപോലെ തന്നെ ട്രെയിൻ സ്കോർ ചെക്ക് ചെയ്ത് നോക്കി. സോ മോഡൽ സ്കോർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്സ് ടെസ്റ്റിൻ്റെയും വൈ ടെസ്റ്റിൻ്റെയും വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് സ്കോർ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ട്രെയിനിങ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ട്രെയിനിയും വൈ ട്രെയിനിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ വൈ പ്രെഡ് എന്ന് പറയുന്നത് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള വാല്യൂസ് ആണ്. സോ വൈ എക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ട്രെയിനിങ്ങിന് കൊടുത്തിട്ടുള്ള ഡാറ്റ സെറ്റ് അല്ല, ടെസ്റ്റിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡാറ്റയാണ്. സോ അതിന് വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ദെൻ ആ ഒരു ആക്ച്വൽ വാല്യൂസ് വൈ ടെസ്റ്റിലാണുള്ളത്, അതേപോലെ പ്രിഡിക്റ്റഡ് വാല്യൂസ് വൈ പ്രെഡിലാണുള്ളത്. സോ ആ വാല്യൂസ് അങ്ങ് പ്രിന്റ് ചെയ്യിപ്പിച്ചു ഡാറ്റ ഫ്രെയിം ആക്കിയിട്ട് എടുത്ത് നോക്കി നമുക്ക് ആ ഒരു ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രയും കുറവ് പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സോ 0.45 50% അറൗണ്ട് എത്തിയിട്ടില്ല ടെസ്റ്റ് സ്കോർ ഒന്നും. സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ നമ്മൾ മീൻ ആബ്സല്യൂട്ട് എററും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് മീൻ ആബ്സല്യൂട്ട് എറർ ചെക്ക് ചെയ്ത് നോക്കി. സോ അത്യാവശ്യം വലിയ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലീനിയർ റിഗ്രഷൻ്റെ ഒരു ഡാറ്റ സെറ്റിനെ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോക്കി നോക്ക്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ദെൻ ഈ ലീനിയർ റിഗ്രഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡൗട്ട്സ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ദെൻ ലീനിയർ റിഗ്രഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. സോ ലീനിയർ, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതേപോലെ തന്നെ ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു പ്രിഡിക്ഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ, ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഈ വൈ ടെസ്റ്റും വൈപ്രഡും വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട്, അതായത് ലൈൻ പ്ലോട്ട് വരയ്ക്കുവാണെങ്കിൽ ഡയഗണലി ഒരു ലൈൻ പോലെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലൈൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് പറയുക. സോ അതൊരു നല്ലൊരു മോഡലായിട്ട്, നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻലി നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, സോ ആ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ലൈൻസും ഡാറ്റ പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇതിനെ ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് എന്നും പറയും. അതായത് ഫ്യൂച്ചർ ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യുക ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വെച്ചിട്ട്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ആ ഒരു ഫ്യൂച്ചർ ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം വരുന്നത് കേട്ടോ. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ മെയിൻ ഒരു എയിം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടിന്യൂസ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലീനിയർ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. വാല്യൂസിനെ പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം വരുന്നത് കേട്ടോ. സോ ലീനിയർ റിഗ്രഷന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എന്ത് പ്രൈസ് ആയിരുന്നു, ഇതിൽ നമ്മൾ പ്രൈസ് തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്. അമേരിക്കൻ ഹൗസിംഗ് ഡാറ്റ ഒരു ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷൻ തന്നെയാണ്. സോ അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ ഡയമണ്ട് പ്രൈസ് പ്രൊഡിക്ഷൻ, അതൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. സോ മെയിൻലി ലീനിയർ റിഗ്രഷൻ so it is a statistical method that models the linear relationship between a dependent variable and one or more independent variable to make predictions. So equations like y ഈക്വൽസ് ax പ്ലസ് ബി എന്നും പറയും, അല്ലെങ്കിൽ mx പ്ലസ് സി എന്നും പറയും. ഏതാണെങ്കിലും സെയിം ആണ് കേട്ടോ. mx പ്ലസ് ബി ഈ ഒരു ഇക്വേഷനാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ സൈസ്, അതേപോലെ ആ ഒരു വീടിൻ്റെ ബെഡ്സിൻ്റെ കൗണ്ട്, അതേപോലെ ലിവിങ് സ്പേസ്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഫേമസ് അൽഗോരിതം, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന അൽഗോരിതം. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുക. സോ ഇത് ഒരു റിഗ്രഷൻ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിന്ന് ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഓൾമോസ്റ്റ് ഹാഫ് പോർഷൻ നമ്മൾ ലാസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മളതൊന്ന് എന്ത് ചെയ്തു, ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യില്ല.
ഇനി ക്ലാസിഫിക്കേഷൻ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം ആണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഹോമിൽ തന്നെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുക്കുക. അതിനെയും റിഗ്രഷൻ തന്നെയാണ് പറയുക. റിഗ്രഷൻ എന്ന നെയിമും മാത്രമേ ഉള്ളൂ, ബട്ട് ക്ലാസിഫിക്കേഷൻ ഡാറ്റയ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ലാസ്റ്റ് ഔട്ട്കം വരുമ്പോൾ 0 അല്ലെങ്കിൽ 1 ക്ലാസിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ നമ്മുടെ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഒരു എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ബേസിക് പ്രീ പ്രോസസ്സിംഗ് എന്ന് ചെയ്തു വയ്ക്കാം. ബാക്കി പ്രൊഡിക്ഷൻ ഒക്കെ നെക്സ്റ്റ് ഡേ ചെയ്യാം കേട്ടോ. ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. ഇത് ഡയബറ്റിക്സ് ഡാറ്റ അല്ല എടുത്തിരിക്കുന്നത്. സോ ഫയൽ നെയിം റീനെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കാം, ഡയബറ്റിക്സ്. ഇതില് ബൈനറി ഡാറ്റ ആണ് കേട്ടോ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഡയബറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതാണ് നമ്മുടെ ഡാറ്റ വരുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ് either 0 or 1, അതായിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇമ്പോർട്ട് pandas spd, then import cPandas sns, then import matplotlib.pyplot as plt കൊടുക്കുന്നുണ്ട്. Then next from sklearn.model selection import കൊടുക്കുക train test split. Then next from sklearn.linear model തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഫ്രം sklearn.metrics ഇമ്പോർട്ട്. ഇവിടെ നമ്മൾ ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ആക്യുറസി സ്കോർ കോമ കൺഫ്യൂഷൻ മെട്രിക്സ് then comma classification report. സോ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ മെട്രിക്സിൻ്റെ ആക്യുറസി, അതായത് നമ്മൾ ആ പ്രിഡിക്ഷൻ ചെയ്യുന്നതിൻ്റെ ആക്യുറസി ചെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുക ആക്യുറസി സ്കോർ, കൺഫ്യൂഷൻ മെട്രിക്സ്, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ദെൻ ഇതങ്ങോട്ട് റൺ ചെയ്യാം. ലേബൽ എൻകോഡർ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കമ്പൽസറി അല്ല. ഇമ്പോർട്ട്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. സോ ഡാറ്റ ഈക്വൽസ് cd ഡോട്ട് read_csv ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ആ ഒരു ഡാറ്റ ഡാറ്റ സെറ്റിൻ്റെ നെയിം കൊടുക്കുക. ഇതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. പേസ്റ്റ് ചെയ്യാം, ഡാറ്റ കൊടുക്കുക. സോ നമുക്ക് ആ ഒരു ഡാറ്റ സെറ്റ് ലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഏജ് ഉണ്ട്, ജെൻഡർ, ദെൻ അതേപോലെ തന്നെ എന്താണ് കുറേ യെസും നോ ഒക്കെ കാണുന്നുണ്ട് അല്ലേ. മെജോറിറ്റി യെസും നോ ആണ്. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതാണ് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഇതിൽ മെജോറിറ്റി യെസ് നോ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ നമുക്കറിയാം 520 റോസും കോളംസ് ആണ്.
സോ ഓരോ ഇൻഡിവിജ്വലി യെസും നോയിനും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, ഓരോ കോളത്തിനും ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. സോ ഡാറ്റ ഡോട്ട് റീപ്ലേസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ യെസ് ദെൻ കോളൻ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1 ആണ് യെസ്സിന് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ സിംഗിൾ കോട്ട്സിൽ നോ കൊടുക്കുക, കോളൻ 0 കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻ പ്ലേസ് ഈക്വൽസ് 2 കൂടി കൊടുക്കുക, കോമ ഇൻ പ്ലേസ് ഈക്വൽസ് 2 കൊടുക്കുക. ദെൻ ഡാറ്റാനെ ചെക്ക് ചെയ്ത് നോക്കുക, റൺ ചെയ്യാം. ഇത് കണ്ടോ? സോ ഇത്രയും കോളംസിന് നമ്മൾ ജസ്റ്റ് റീപ്ലേസ് കൊടുത്തിട്ട് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓരോ കോളംസിന് ആ വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. എല്ലാത്തിലെയും വാല്യൂ അത് തന്നെയല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ എന്ത് ചെയ്ത് ഈ കംപ്ലീറ്റ് റോസിനെയും കോളംസിൻ്റെയും സീറോസും വൺസും വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ച ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് ഇനി നമുക്ക് ജെൻഡർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ക്ലാസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. ഇത് ടാർഗറ്റ് കോൾ ആയതുകൊണ്ട് കമ്പൽസറി അല്ല. സോ ഇനി നമുക്ക് 2 കോളംസേ ചേഞ്ച് ചെയ്യാനുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.